ഇത് മൊത്തം പണി പാടുന്നൊക്കെ തോന്നുന്നു. നിങ്ങൾ പേടിക്കാതെ കൂടെ നിന്നാ മതി, ഒന്നും സംഭവിക്കില്ല. അതല്ല തൂറാൻ മുട്ടിട്ട് പുതി വിട്ട് നിൽക്കാനേ. ഇതിപ്പോ എവിടെന്നാ എങ്ങനെ ഒരു ഐഡിയ ഇല്ല. ആ കാട്ടിലെങ്ങാനും പോയിരിക്കട്ടാ. അതല്ലേട്ടായി, നമ്മൾ വന്ന കാര്യം ആരെങ്കിലും അറിയിക്കണ്ടേ? അതൊക്കെ വിളിച്ച് ചോദിച്ചാൽ മതിയല്ലേ പുലിനെ പിടിക്കാണ്ടോന്ന്. ഏതൊരു നാട്ടിൻപുറത്തിന്റെയും വാർത്താവിനിമയ കേന്ദ്രമായിരിക്കും അവിടുത്തെ ചായക്കട. നമ്മൾ അവിടെ ചെന്ന് ഓരോ ചായ കുടിക്കുന്നു. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ചോദിക്കും, ആരാ ഇതിനു മുമ്പ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഞങ്ങൾ ഈ മെമ്പർ സഹദേവനെ ഒന്ന് കാണാൻ വന്നോ? മെമ്പറെ കാണാൻ വന്നാണോ? എന്താ കാര്യം? ഞങ്ങൾ ഈ വേട്ടക്കാരാ. പടച്ചോനെ, വേട്ടക്കാരോ? സത്യമായിട്ട് ഞങ്ങൾ വേട്ടക്കാരാ അല്ലേ? ആണ്. അതെ, പടക്കൊക്കെ പൊട്ടുണ്ടല്ലോ. വേട്ടക്കാരെന്ന് പറഞ്ഞത് വെടിക്കെട്ടുകാരെന്നാണോ കേട്ടത്? ജീപ്പിന്റെ ഒച്ച പോലീസുകാരായിരിക്കും. നിങ്ങളെ ഒന്ന് മാറിക്കേ. പള്ളിയിലച്ച മെമ്പറെ കണ്ടില്ലേ, നിങ്ങള് ചങ്ങയോട് ഒന്ന് ചോദിച്ചപ്പോ 3 വന്ന്. കൊള്ളാം മെമ്പറെ, മിടുക്കന്മാരാ, നല്ല ലക്ഷണമൊത്ത വേട്ടക്കാരി തന്നെയാ. നിങ്ങള് ഈസോപ്പച്ചന്റെ നാട്ടുകാരെയോ? അതെ. എന്നതാണെങ്കിലും കർത്താവ് എന്റെ പ്രാർത്ഥന കേട്ടു. ഇനി തമ്പുരാൻ കറക്റ്റായിട്ട് ഇവിടെ മുന്നിൽ കൊണ്ട് പുലിയെ എത്തിച്ചാൽ മതി. പേടിക്കണ്ട, ശക്തമായിട്ട് പ്രാർത്ഥിച്ചാൽ ഏത് പുലിയും വരും. തമ്പുരാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ട് ഒന്ന് നിർത്തി തരും. അതൊന്നും വേണ്ട. അതെന്നാ? അത് ഈ പുലിയെ അതിന്റെ മടയിൽ ചെന്ന് പിടിക്കുന്നതാണ് ഞങ്ങളൊരു രീതി. എന്നാ പിന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളെ പുലിമടയിലേക്ക് എത്തിക്കാൻ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാം. എന്നതാണല്ലോ എനിക്ക് പ്രാർത്ഥിക്കണം. നിങ്ങൾ വാർണിയുടെ ആരാന്നാ പറഞ്ഞേ? അത് പിന്നെ ഈ ശിഷ്യന്മാരാ. മൂപ്പരിപ്പ അങ്ങനെ ലോക്കൽ പരിപാടിക്കൊന്നും പോവില്ല. ഫുൾ ഇന്റർനാഷണൽ കളിയാ. കേരളത്തിൽ ഞങ്ങൾ അപ്പൊ ലീഡ് ചെയ്യുന്നു. കണ്ടിട്ടൊരു പന്തികേടുണ്ടല്ലോ. എനിക്കും തോന്നി ഒരു വശപ്പശക്. മൊത്തത്തിലൊരു കള്ളലക്ഷണം ഉണ്ടോന്നൊരു സംശയം. അതുണ്ടാവില്ലോ, ഈ പുലിനെ കളത്തരത്ത് കൂടിയാണല്ലോ പിടിക്കണേ. അപ്പൊ അതിന്റെ ഒരു കള്ളലക്ഷണം ഞങ്ങൾക്കും വരും അല്ലേ? അത് പോട്ടെ, ഇതിനു മുമ്പ് നിങ്ങൾ പുലിയെ പിടിച്ചിട്ടുണ്ടാ? കേട്ടല്ലോ, ഇതുവരെ പുലിയെ പിടിച്ചിട്ടില്ലാന്ന്. ഹലോ ഹലോ ഹലോ, അതെ, ഇവൻ പറഞ്ഞ നേരാ. ഞങ്ങൾ ഇതുവരെ പുലിയെ പിടിച്ചിട്ടില്ല. എനിക്ക് എന്താണെന്നറിയില്ല, ഈ പുലിയെ കാണുമ്പോൾ ഭയങ്കര ദേഷ്യം വരും. പിന്നെ അതിനെ കൊന്നില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടിയില്ല. അതാ ആക്ച്വലി പുലി കുറവാട്ടോ, സിംഹവും കടുവയൊക്കെ കൂടുതൽ. എന്താണെന്നറിയില്ല, പുലി ബോസിനെ കണ്ട അപ്പോടും. അതെന്താ? പുലി പുള്ളിയുടെ കാശ് വല്ലതും കടം മേടിച്ചിട്ടില്ല, ഓടിക്കളയാൻ. ചേട്ടൻ എന്താണ് പേടിച്ചിട്ടോ? പേടിച്ചിട്ട് അതിന് കുന്നംകുളത്ത് എവിടെ കാട്? കാട്, ചാവക്കാട്, കുന്നംകുളത്തിന് തൊട്ടടുത്താണ്. ഭയങ്കര കാടാ. അപ്പൊ തോക്കോ? തോക്കില്ല. തോക്കില്ലേ? ഇതുവരെ ഞങ്ങൾ തോറ്റ ചരിത്രമില്ല. ആ തോക്കല്ല, ഈ തോക്ക്. അതുമില്ല. അതുമില്ലേ? എന്നാ തോക്കുണ്ട്. ഒന്ന് മാറി. തോക്കിന്റെ കാര്യം നാവെടുത്തില്ല. മെമ്പറിന് നമ്മൾ തോക്കുമായിട്ടെത്തി. എനിക്കിഷ്ടായി. കയ്യിൽ തോക്കുണ്ട്, സൂക്ഷിക്കുക. തോക്കെടുക്കാൻ പോയിട്ട് നീ ഇത്രയും നേരം എവിടെയായിരുന്നു? തട്ടുമ്പുറത്ത് എടുത്തുടച്ച് വൃത്തിയാക്കണ്ടേ? എന്റെ മോളാ, പേര് രേവതി. ആണോ? എന്ത് ചെയ്യുന്നു? അവള് പഠിക്കുക, എംബ്രോയിഡറിക്കാ. വേട്ടക്കാരാ. എന്താ ചേട്ടന്റെ പേര്? പീലിന്ന് വിളിക്കും. ഞാൻ ശരിക്കും വേട്ടക്കാരനാണ്, ഷാജിന്ന് വിളിക്കും. ഞാൻ അച്ചു. അച്ചു തന്നെ വിളിച്ചാൽ മതി. അത് ഞാൻ പോവാ, ജീപ്പ് പോവാം. ശരി. എന്നാ പിന്നെ ഈ വേട്ടക്കാരുടെ താമസവും കാര്യങ്ങളൊക്കെ ഒക്കെ റെഡിയാ. ഐശ്വര്യമായിട്ട് പിടിച്ചാൽ മോളി താമസിക്കുന്നുണ്ട്, കുഴപ്പമൊന്നും ഇല്ലല്ലോ. എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല, സന്തോഷമല്ലേ ഉള്ളൂ. മോളിലെങ്കിൽ മോളിലും. ഇത് ഭയങ്കര മുള്ളാണല്ലോ. ഇതാണ് നിങ്ങളുടെ താമസ സ്ഥലം. എന്റെ അച്ഛൻ ഉണ്ടാക്കിയതാ. എങ്ങനെയുണ്ട്? പിന്നെ ഗംഭീരായിട്ടുണ്ട്. അച്ഛനിപ്പോ എവിടെ ഉണ്ട്? ഇതേന്ന് താഴെ വീണതാ, അപ്പൊ തന്നെ മുകളിലേക്ക് പോയി. സുഖമരണം. ഓരോ ഭാഗ്യങ്ങൾ. സൗകര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ് അല്ലേ? സൗകര്യം കുറച്ച് കുറവാണെങ്കിലും കാടിനുള്ളിലായതുകൊണ്ട് പുലിയുടെ കാര്യം ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. പുലി നിങ്ങളെ രക്ഷിക്കൊണ്ടെത്തിക്കോളൂ. ഞാൻ പ്രാർത്ഥിക്കുമല്ലോ. പോയാ ഈ ആടിനെ മരത്തിൽ കൊണ്ട്
അപ്പൊ ഞങ്ങൾ ഇനി ആടിനെ നോക്കണോ? അല്ല, ഇത് വളർത്താനല്ല, പുലിയെ ആകർഷിക്കാനാണ്. ആടിന്റെ ഒച്ച കേട്ടാ പുലി കൃത്യമായിട്ട് ഇങ്ങോട്ട് വന്നോളൂ. അതെ 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 ഇത്തിരി അപ്പുറം മാറി വരുന്നോണ്ട് ചേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ. നീ അത് അവിടെ കൊണ്ടുപോയി കെട്ട്. അതെ ഇവിടുത്തെ സൗകര്യങ്ങളിലൊക്കെ ഹാപ്പിയാണല്ലോ. ഓ, കൂടുതൽ സൗകര്യങ്ങൾ തന്ന് ഞങ്ങളെ വീർപ്പ് മുട്ടിക്കരുത് പ്ലീസ്. അപ്പോ നിങ്ങൾ വിശ്രമിക്കും. യാത്രയെ കഴിഞ്ഞ് വന്നത് മെമ്പറെ നമുക്ക് പോയാലോ? അതാണ് എന്റെ സ്ഥിതി. അപ്പൊ ഓക്കെ. എന്തായാലും എന്റെ പ്രാർത്ഥന ശക്തമാക്കണം. പിന്നെ പുലിയുടെ പേരും പറഞ്ഞ് വീടുകളുള്ള സ്ഥലത്ത് രാത്രി അധികം കറക്കം വേണ്ട, കേട്ടല്ലോ? എന്താ ചേട്ടന്റെ പേര്? ജംബു. ജന്തു ചേട്ടൻ എന്താ ജോലി? കച്ചവടാണ്. ആ. ഈ ഗ്രാമത്തിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ പുറത്ത് കൊണ്ടുപോയി വിൽക്കും. സാധനങ്ങൾ എന്ന് പറയുമ്പോ ഈ ഏലവും കുരുമുളകൊക്കെ ആയിരിക്കും അല്ലേ? അങ്ങനെയൊന്നുമില്ല, എന്റെ കയ്യിൽ എന്തൊക്കെ കിട്ടുന്നു അതൊക്കെ വിൽക്കും. ഓ, മോഷണം ആണല്ലേ? ചില തെണ്ടികൾ അങ്ങനെയും പറയാറുണ്ട്. പിന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ മറന്നു. ഏറുമാടത്തിന്റെ മുകളിലാന്ന് കരുതി സമാധാനിക്കണ്ട, പുലി മരത്തേലും കേറും. അത് പകുതി കയറുള്ളൂ. പുലിമുരുകൻ ഞങ്ങളും കണ്ടാണേ. ചേട്ടൻ ചെല്ലി. മിസ്റ്റർ ജംബു, ഇവിടെ ഈ കക്കൂസ. അയ്യോ മണ്ടന്മാര്. കക്കൂസ് കൊടുത്ത കോമഡിയാ. കാട്ടിലെ ഫ്ലാറ്റ്. എന്നാണ് കളിക്കുന്നേ? പുല്ലിക്കിലേക്ക് പോ പുല്ല്. ഒന്നൊന്നര ഐഡിയ പോയി. വിശന്നിട്ട് കണ്ണും കാണില്ല, എന്തൊക്കെ ഒച്ചപ്പാടും പാടും. പുറപ്പുറത്തിന് കയറിയമാതിരി എനിക്ക് തോന്നുന്നു. ഈ ആടിന്റെ വായു വല്ലതും തിരികെ കയറ്റണ്ട. നാശം. വെറുതെ പല്ലോടത്ത് കൂടി പോണ പുലിനെ പ്രലോഭിപ്പിച്ച് വിളിക്കുകയാണ്. വാന്നും പറഞ്ഞു. നാളെ ഇതിനെ ചുട്ടു തിന്നാലോ? പുലിയായിരിക്കും. ഒന്നോ പുലി വന്നാൽ നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്? നമ്മുടെ കയ്യിൽ തോക്കില്ലേ? തോക്കുണ്ട്. ഇത് വെച്ച് ഉന്നം നോക്കി വെടിവെക്കാൻ അറിയോ? എന്നാ ഞാനൊരു സത്യം പറയട്ടെ. എൻ്റെ അപ്പൻ നല്ല ഒന്നാം തരം വെടിവെപ്പുകാരനായിരുന്നു. അതിപ്പോ ആർക്കറിയാൻ പാടുള്ളത്? അതായിട്ട് ഇവിടെ ഇറങ്ങിയ നല്ല അടി കിട്ടോ. വെടിവെപ്പുകാരൻ്റെ പുലിനും കൊന്ന് വിഗ്രഹം അടിച്ചു മറ്റേ എങ്ങനെ സ്കൂട്ടാവുന്നുള്ളത് പറയും. പല ഗ്രാഫിക്സ് ആയിരുന്നെങ്കിൽ കൊല്ലാൻ സുഖമായിരുന്നു. എവിടെ കിട്ടും? എന്ത്? നീ ഇപ്പൊ പറഞ്ഞ പുലിയെ കൊല്ലണ ഗ്രാഫിക്സ്?